ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 7 Pro ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട് 4GB 64GB വേരിയൻ്റ് ആണ്. നെപ്റ്റ്യൂൺ ബ്ലൂ കളറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു 48 MB ക്യാമറയാണ്. അതിനകത്ത് 48 MB പ്ലസ് 5 MB ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 675 ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് ഒരു 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ 4000 mAh ബാറ്ററി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സിം എജക്ടർ ടൂള്, പിന്നെ യൂസർ ഗൈഡ് ആൻഡ് വാറണ്ടി ഇൻഫർമേഷനാണിത്. പിന്നെ ഒരു സോഫ്റ്റ് ട്രാൻസ്പെറൻറ്റ് കേസ് കൂടി റെഡ്മി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ് റെഡ്മി നോട്ട് 7 Pro. ഇത് ഒരു ബാക്ക് സൈഡ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു ഡ്യുവൽ ടോണായിട്ടാണ് ഇത് വരുന്നത്. ടോപ്പ് സൈഡിലൊരു പർപ്പിൾ കളറും താഴെ ഒരു ബ്ലൂ കളർ, അങ്ങനെ ഒരു രണ്ട് കളർ വേരിയൻ്റ് വരുന്ന ഒരു ഡ്യുവൽ ടോണായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, നമുക്ക് ബോക്സിൽ വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്യാം. പിന്നീട് ഒരു USB Type-C കേബിളും പിന്നെ ഇതിൻ്റെ ട്രാവൽ അഡാപ്റ്ററാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നോട്ട് സീരീസിൽ ഈ Type-C പോർട്ട് റെഡ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാവൽ അഡാപ്റ്ററാണ്. ഇത് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ അല്ല. ഇത് ഹാൻഡ്സെറ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ കിട്ടുന്ന അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജിങ് അല്ല. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും ഫാസ്റ്റ് ചാർജിങ് വേണ്ടവർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറും ബാക്കിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട്. നമുക്ക് അത് റിമൂവ് നോക്കാം. നമുക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ റിമൂവ് ചെയ്യാം. ബാക്കിൽ കുറച്ച് ഇൻഫർമേഷൻസ്, എൻ്റെ സിമ്മിൻ്റെ ഇൻഫർമേഷൻസ് എഴുതിയ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടി റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ, നല്ല പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിവൈസാണ് ഈ റെഡ്മി നോട്ട് 7 Pro. അപ്പോൾ ഒരു ഡ്യുവൽ ടോണാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുവാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ്. ഒരു 48 MB പ്ലസ് 5 MB ക്യാമറ, പിന്നെ ഒരു ഡ്യുവൽ ടോൺ LED ഫ്ലാഷ് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ടോപ്പിലായിട്ടൊരു ഏകദേശം ഒരു പർപ്പിൾ കളറ്, താഴത്തായിട്ടൊരു ബ്ലൂ കളർ, ഇങ്ങനെ രണ്ട് ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ പവർ സ്വിച്ച്, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ സിം ട്രേ ആണ് വരുന്നത്. വേറെ ഒന്നുമില്ല ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഇതിൻ്റെ ടോപ്പിലോട്ട് വരാൻ നേരത്തെ ഒരു 3.5 mm ഓഡിയോ ജാക്ക്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ IR ബ്ലാസ്റ്റർ, ഇത്ര സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ വരാൻ നേരത്തെ ഒരു Type-C പോർട്ട്, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇത്ര സാധനങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സിം ട്രേ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുമോ അതോ ഇത് ഹൈബ്രിഡ് ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ ഡബിൾ സിം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മും സെക്കൻഡ് ഇതിനകത്ത് മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഇത് 256 GB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഹാൻഡ്സെറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 10 ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫിംഗർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫിംഗർ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, നമുക്കിനി എൻ്റെ കോൺഫിഗറേഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ CPU വരുന്ന ഒരു 2 GHz CPU ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 4GB റാം, 64GB മെമ്മറി. അതിനകത്ത് 51.83 GB നമുക്ക് യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു 6GB 128GB വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പം ഇതിനൊരു 14,000 രൂപയാണെങ്കിൽ അതിൻ്റെ വില ഒരു 17,000 രൂപ അത്രത്തോളം വരും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 675 ആണ് പ്രോസസ്സർ. അത് ഒക്ടാകോർ പ്രോസസ്സറാണ്. അതിൽ 2 GHz വരുന്ന 2 ഗോൾഡ് കോറുകളും 1.7 GHz വരുന്ന 6 സിൽവർ കോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ 2 ഗോൾഡ് കോറുകൾ ഗെയിമിംഗ് 3D ആപ്ലിക്കേഷൻസ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി നമ്മുടെ ഡേ ടു ഡേ വർക്കിനെയൊക്കെ ഈ 6 സിൽവർ കോറുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ GPU വരുന്നത് ആൻഡ്രീനോ 612 ആണ്. അത് ആൻഡ്രീനോ 612 ആണ് ഇതിനകത്ത് GPU വരുന്നത്. അത് ഒരു 2 GHz വരുന്ന 2 ഗോൾഡ് കോറുകളാണ് അത്. പിന്നെ ഇതിൻ്റെ ഈ 48 MB ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സ്പെക്ട്ര 250L എന്ന് പറയുന്ന ഇമേജ് സിഗ്നൽ പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു 48 MB ക്യാമറയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ IMX 586 എന്നൊരു സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 5 MB ഒരു ഡെപ്ത് സെൻസറും കൂടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 48 MB വരുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പാർച്ചർ വരുമ്പോഴത്തേക്കും 1.82, ഈ 5 MB 2.4 ആണ് ഇതിൻ്റെ വരുന്നത്. ഈ 5 MB എന്ന് വെച്ചാൽ ഇത് ഡെപ്ത് സെൻസറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോട്ടോ, പോർട്രേറ്റ്, നൈറ്റ്, സ്ക്വയർ, പനോരമ, പ്രോ. ഈ പ്രോ മോഡെന്ന് വെച്ചാൽ അത് മാനുവൽ മോഡാണ്. നമുക്കത് മാനുവലായിട്ടെല്ലാം കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വീഡിയോ വരാൻ വീഡിയോ, ഷോർട്ട് വീഡിയോ എന്ന 2 ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫോട്ടോയുടെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് 48 MB എന്ന് കാണാം നമുക്ക്. അപ്പോൾ ഈ 48 MB ഡിഫോൾട്ടായിട്ട് അത് ഓഫായിരിക്കും. നമ്മളത് 48 MB ഓണാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് 48 MB ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ ഈ 48 MB ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് ഓഫായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ വീഡിയോ സെറ്റിങ്സ് ഒന്ന് നോക്കാം. 4K 30 ഫ്രെയിം, ഫുൾ HD 30, 16, പിന്നെ HD 30 ഫ്രെയിമും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്ലോ മോഷൻ വരാൻ വെച്ചിട്ട് 720യും ഫുൾ HD 120 ഫ്രെയിം വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം അടുത്ത വീഡിയോകളിലൂടെ നമുക്കത് പരിഹരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇനി നമുക്ക് കുറച്ച് ഒരു സാമ്പിൾ ഫോട്ടോസും വീഡിയോസും കൂടെ ഇതിൻ്റെ നോക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ കമ്പാരിസനൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.